ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് കോമൺ പേപ്പറിനകത്ത് പ്രോസ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ടാഗോർസ് ഇംഗ്ലണ്ട്, അതായത് ടാഗോറിൻ്റെ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന എസ്സേയുടെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് വായിച്ച പാരഗ്രാഫ് എന്ന് പറയുന്നത് ടാഗോർ അറ്റ് ബ്രൈറ്റൺ സ്കൂൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാഗോർ ഇൻ എ ലോഡ്ജിങ് ഹൗസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ടാഗോർ 17ാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിൽ പോവുകയും ലോ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ ബ്രൈറ്റൺ സ്കൂളിലാണ് അദ്ദേഹം ചേരുന്നത്. അതിനുശേഷം ബ്രൈറ്റൺ സ്കൂളിൽ നിന്ന് അദ്ദേഹം മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരു ലോഡ്ജിങ് ഹൗസ്, അതായത് ഒരു ലോഡ്ജിൽ താമസിച്ചിരുന്നു. അപ്പോൾ ആ ലോഡ്ജിൽ വെച്ച് അദ്ദേഹം വളരെ ഏകാന്തത അനുഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വിൻ്റർ സീസണിൽ ആ ലോഡ്ജിൻ്റെ ജനാലയിൽ കൂടി പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് ഞാൻ വായിക്കുകയാണ്. The sight that presented itself through the window was desolate and dreary. അതായത് ആ വിൻഡോയിൽ കൂടി കണ്ടിരുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഡെസലേറ്റ് ആയിരുന്നു. ഡെസലേറ്റ് എന്ന് പറഞ്ഞാൽ ആളൊഴിഞ്ഞ എന്നാണ് അർത്ഥം. ഡ്രയറി എന്ന് പറഞ്ഞാൽ മങ്ങിയ എന്നാണ് അർത്ഥം. അടുത്ത വരി, the room was not well furnished but there was a harmonium which he used to play during night hours. അതായത് ആ റൂമിലധികം ഫേർണിച്ചറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ റൂമിൽ ഒരു ഹാർമോണിയം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി കാലങ്ങളിൽ ടാഗോർ ആ ഹാർമോണിയം വായിക്കുമായിരുന്നു. ഇന്ത്യൻസ് സ്ലൈറ്റ്ലി അക്വൈൻറ്റഡ് ടു ഹിം വുഡ് കം ടു സീ ഹിം. അപ്പോൾ അക്വൈൻറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം പരിചയം ഉള്ള എന്നാണ് അർത്ഥം. അപ്പോൾ ആ ലോഡ്ജിൽ ഇദ്ദേഹത്തെ ചെറുതായിട്ട് പരിചയമുള്ള ഇന്ത്യക്കാരൊക്കെ ആ സമയത്ത് അദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു. അടുത്ത സെൻറ്റൻസ്, when even the slightly acquainted took leave of him, Tagore felt like engaging them in conversation for some more time. അപ്പോൾ അദ്ദേഹം അവിടെ ഏകാന്തത അനുഭവിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ചെറിയ പരിചയമുള്ള ഇന്ത്യക്കാർ ആണെങ്കിൽ കൂടിയും അവർ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അദ്ദേഹത്തിന് തോന്നുമായിരുന്നു അവർ കുറച്ച് സമയം കൂടി ഇരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുമായിരുന്നു. അടുത്ത സെൻറ്റൻസ്, Tagore felt homesick when he was in London. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം ഹോം സിക്നെസ് അനുഭവപ്പെട്ടിരുന്നു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടാഗോർ വിത്ത് ഹിസ് ട്യൂട്ടർ. അത് ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു അധ്യാപകനെ പറ്റിയിട്ടാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ ഇതും ഒരു അല്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ അടിയിലുള്ള സെൻറ്റൻസ് ഞാൻ വായിക്കുകയാണ്. A lean man with his worn out dress came to teach him Latin. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ ലാറ്റിൻ ഭാഷ പഠിപ്പിക്കാനായിട്ട് ഒരു മെലിഞ്ഞ ഒരു മനുഷ്യൻ വരുമായിരുന്നു. The gaunt figure of the man might be compared to the naked trees and he could withstand the grip of winter. അപ്പോൾ ടാഗോറിന് തോന്നുമായിരുന്നു ഇദ്ദേഹം GAUNT, ഗോണ്ട് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഈ മഞ്ഞിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മരത്തിനെ പോലെ അദ്ദേഹത്തിന് തോന്നുമായിരുന്നു. അപ്പോൾ ഈ ട്യൂട്ടറും വളരെ മെലിഞ്ഞ ഒരു മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹത്തിന് വിൻ്റർ വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നിയിരുന്നില്ല. അടുത്ത സെൻറ്റൻസ്, ടാഗോർ ഡസ് നോട്ട് നോ ദ ഏജ് ഓഫ് ദ മാൻ ബട്ട് he appeared older than his years. അതായത് ഈ ട്യൂട്ടറിൻ്റെ ഏജ് എത്രയാണെന്ന് ടാഗോറിന് വലിയ നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ടാഗോറിനെക്കാട്ടിലും മുതിർന്നതായിരുന്നു എന്ന് ടാഗോറിന് തോന്നിയിരുന്നു. അടുത്ത സെൻറ്റൻസ്, while teaching he would be at loss for a word. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് പറയാൻ വാക്ക് കിട്ടാതെ അദ്ദേഹം തപ്പുന്നതായിട്ട് കാണുമായിരുന്നു. അടുത്ത സെൻറ്റൻസ്, he was considered a crank at home. അപ്പോൾ വീട്ടിൽ ഈ അധ്യാപകനെ ഒരു ക്രാങ്ക് ആയിട്ടാണ് വീട്ടുകാർ കൺസിഡർ ചെയ്തിരുന്നത്. CRANK, ക്രാങ്ക് എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ ആൾ എന്നാണ് അർത്ഥം. He had
ഹാഡ് ബിക്കം പൊസസ്ഡ് ഓഫ് എ തിയറി. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ അധ്യാപകന് ഒരു തിയറി, അതായത് ഒരു തത്വം അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഈ തത്വം ആ വീട്ടിൽ വേറെ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മണ്ടൻ തത്വത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളായതുകൊണ്ടാണ് വീട്ടുകാർ അദ്ദേഹത്തിന് വലിയ വിലയൊന്നും കൊടുക്കാത്തത്. അടുത്ത സെൻറ്റൻസ് ഈ തത്വം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഹിസ് തിയറി വാസ് ദാറ്റ് വൺ ഡോമിനന്റ് ഐഡിയ മാനിഫെസ്റ്റഡ് ഇൻ എവ്രി സൊസൈറ്റി ഇൻ ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ലോകത്ത് എവിടെയാണെങ്കിലും ഒരു സമൂഹം മുഴുവനായിട്ടും ഒരു തത്വത്തിന് വിശ്വസിക്കുന്നവരായിരിക്കും എന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. ഡോമിനൻ്റ് ഐഡിയ, അതായത് ഒരു മേലെ നിൽക്കുന്ന ഒരു ഐഡിയ മാനിഫെസ്റ്റഡ് ഇൻ എവ്രി സൊസൈറ്റി, അതായത് ഒരു ഐഡിയ ഒരു സൊസൈറ്റിയിൽ പ്രത്യക്ഷമായിരുന്നു എന്നും ആ സൊസൈറ്റിയിലെ മൊത്തം ആൾക്കാരും ഈ ഒരു ഐഡിയയിൽ ആണ് എന്നുമാണ് ഈ അധ്യാപകൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതെന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് ഇവിടെ പറയുന്നില്ല. അടുത്ത സെൻറ്റൻസ്, ദ ഐഡിയ മേ ടേക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് അണ്ടർ ഡിഗ്രീസ് ഓഫ് സിവിലൈസേഷൻ ബട്ട് ദ തിയറി ഈസ് എ ബോട്ടം വൺ ആൻഡ് ദ സെയിം. അപ്പോൾ ഓരോരോ സിവിലൈസേഷൻ അനുസരിച്ച്, ഓരോരോ സംസ്കാരങ്ങൾ അനുസരിച്ച് ഈ ഐഡിയയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുമെങ്കിലും ഈ ഒരു കാര്യം വളരെ സുനിശ്ചിതമാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതായത് ഒരു സൊസൈറ്റി മൊത്തമായിട്ട് ഒരു ഐഡിയയിൽ ബിലീവ് ചെയ്യും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അടുത്ത സെൻറ്റൻസ്, ദ ന്യൂ തിയറി ഈസ് നോട്ട് ടേക്കൺ ഫ്രം വൺ ബൈ അനദർ ബിക്കോസ് ദ ട്രൂത്ത് ഹോൾഡ്സ് ഗുഡ് ഈവൻ വേർ ദർ ഈസ് നോ കോൺവെർസേഷൻ എമംഗ് പേഴ്സൺസ്. പിന്നെ മാത്രമല്ല ഒരു ഐഡിയയിൽ വിശ്വസിക്കുന്ന സമൂഹം മറ്റേ ഒരു സമൂഹത്തിൻ്റെ ഒരു ഐഡിയ ഒട്ടും ഉൾക്കൊള്ളുകയില്ല എന്നും തമ്മിൽ സംസാരമൊന്നും ഇല്ലെങ്കിലും പറയാതെ തന്നെ പരസ്പരം പല സമൂഹങ്ങൾ പരസ്പരം അറിയുന്ന ഒരു കാര്യമാണ്. അതായത് മറ്റേ സമൂഹം ഇങ്ങനൊരു ഐഡിയയിൽ വിശ്വസിക്കുന്നതാണെന്നും നമ്മൾ വേറൊരു ഐഡിയയിൽ വിശ്വസിക്കുന്നതാണെന്നും എന്നുള്ള കാര്യം. അടുത്ത സെൻറ്റൻസ്, his mind was obsessed with the idea of gathering and recording of ideas of facts to prove his theory. അപ്പോൾ ഇത് മാത്രമല്ല, ഇദ്ദേഹം ഇങ്ങനൊരു കാര്യം വിശ്വസിക്കുന്നത് മാത്രമല്ല, ഈ ഒരു തിയറി ശരിയാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ വിടാതെ പിന്തുടരുന്ന ഒരു ചിന്ത എന്നാണ് ഒബ്സഷൻ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. അടുത്ത സെൻറ്റൻസ്, ഹിസ് ഫാമിലി വാസ് ഇൻ പോവേർട്ടി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഇത്തിരി ദാരിദ്ര്യത്തിലൊക്കെ ആയിരുന്നു. ഹിസ് ഡോട്ടേഴ്സ് ഹാഡ് നോ റെസ്പെക്ട് ഫോർ ഹിസ് തിയറി ആൻഡ് ദേ വർ അപ്ഗ്രേഡിങ് ഹിം ഫോർ ഹിസ് ഇൻഫാക്ച്വേഷൻ. അതായത് അദ്ദേഹത്തിൻ്റെ പെൺമക്കൾക്ക് അദ്ദേഹത്തിനോട് യാതൊരു റെസ്പെക്റ്റും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിയറിയോട് യാതൊരു റെസ്പെക്റ്റും ഇല്ലായിരുന്നു. ആൻഡ് ദേ വർ അപ്ഗ്രേഡിങ് ഹിം ഫോർ ഹിസ് ഇൻഫാക്ച്വേഷൻ. അപ്ഗ്രേഡിങ് എന്ന് പറഞ്ഞാൽ വിമർശിക്കുക എന്നാണ് അർത്ഥം. ഇൻഫാക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ അഭിനിവേശം എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറിയോടുള്ള ആ ഒരു അഭിനിവേശത്തെ ഈ പെൺകുട്ടി, ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വിമർശിക്കുമായിരുന്നു. അടുത്ത സെൻറ്റൻസ്, when Tagore could see his face that a new idea has struck in his mind, Tagore would begin the discussion on the subject. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഈ അധ്യാപകൻ്റെ മുഖം കാണുമ്പോൾ ടാഗോറിന് മനസ്സിലാവും ഇദ്ദേഹത്തിനൊരു പുതിയ ഐഡിയ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ആ ഐഡിയയെ പറ്റിയിട്ടുള്ള സംസാരം തുടങ്ങുമായിരുന്നു. When he was in a gloomy mood, he refused discussion on Latin grammar. അപ്പോൾ ഈ അധ്യാപകൻ മൂഡ് ഔട്ട് ആയിരിക്കുന്ന സമയത്തൊക്കെ അവർ ലാറ്റിൻ ഗ്രാമർ, അതായത് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് ലാറ്റിൻ ഭാഷയാണ്, ഈ ലാറ്റിൻ ഭാഷ പഠനത്തിൽ നിന്ന് അദ്ദേഹം ഒന്ന് മാറി നിൽക്കുമായിരുന്നു, പഠിപ്പിക്കാതെ മറ്റു കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമായിരുന്നു എന്നാണ് അർത്ഥം. The author felt keenly for the Latin teacher and learning Latin was only a pretense, but yet author could not get rid of him as long as he was at the lodging. അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും രവീന്ദ്രനാഥ് ടാഗോറിന് ഈ അധ്യാപകനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അതായത് ഇവർ തമ്മിൽ ഈ പഠനം എന്നുള്ള കാര്യം അങ്ങനെ കാര്യമായിട്ടൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല.
എന്നാലും അദ്ദേഹത്തിന് ടാഗോറിന് ഈ അധ്യാപകനെ ഒഴിവാക്കാനും സാധിച്ചിരുന്നില്ല. കാരണം ഇവർ തമ്മിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നു പോന്നിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത സെന്റൻസ്, when the author offered to settle the dues of his Latin tutor, he refused to accept the payment for he did nothing and only wasted the author's time. പക്ഷേ ഈ അധ്യാപകൻ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു, സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം നമ്മുടെ ടാഗോർ ഫീസ് കൊടുക്കാനുള്ള സമയത്തിന് അദ്ദേഹം ഈ ഫീസ് സ്വീകരിക്കാൻ അധ്യാപകന് വലിയ മടിയായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, നമ്മൾ പഠനമൊന്നും കാര്യമായിട്ട് ചെയ്തില്ലല്ലോ, അപ്പം ഞാൻ എങ്ങനെ ഫീസ് വാങ്ങും എന്ന് പറഞ്ഞ് അദ്ദേഹം ഫീസ് വാങ്ങാൻ മടിക്കുമായിരുന്നു. Only with great difficulty the author got his Latin tutor to take his fees. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ വളരെ നിർബന്ധിച്ചായിരുന്നു ഓരോ പ്രാവശ്യവും ഈ ലാറ്റിൻ അധ്യാപകന് ഫീസ് കൊടുത്തിരുന്നത്. അടുത്ത സെന്റൻസ്, the Latin tutor was convinced of his theory that the minds of men are connected by deep lying continuous medium. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അതായത് ഈ അധ്യാപകൻ്റെ മനസ്സിൽ എന്തൊക്കെയായാലും ഈ അധ്യാപകൻ്റെ മനസ്സിൽ അദ്ദേഹം എപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്നു മനുഷ്യർ തമ്മിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ മനുഷ്യരുടെ മനസ്സുകൾ തമ്മിലുണ്ടെന്നും ഒരേ തിയറി ഇവരെല്ലാം ഒരു സമൂഹത്തിൽ ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു തത്വം ഈ അധ്യാപകൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. Any news is secretly communicated to other. അപ്പോൾ ഒരു സമൂഹത്തിൽ ഈ മനസ്സിലുള്ള ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അടുത്ത ടോപ്പിക്ക് മിസ്റ്റർ ബാർക്കർ ആൻഡ് ഹിസ് വൈഫ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. അപ്പം നമുക്ക് നോക്കാം മിസ്റ്റർ ബാർക്കർ ആരാണ്, അദ്ദേഹത്തിൻ്റെ വൈഫ് ആരാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. Then Tagore was put under the care of one Mr. Barker who prepared students for their examinations. അപ്പോൾ മറ്റൊരു അധ്യാപകനാണ് മിസ്റ്റർ ബാർക്കർ. അപ്പോൾ ഒരു സമയത്ത് ടാഗോർ ഈ മിസ്റ്റർ ബാർക്കറിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എക്സാമിനേഷന് വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന ആളായിരുന്നു മിസ്റ്റർ ബാർക്കർ. There was nothing attractive about the house of Mr. Barker could find pupils because pupils had no chance of making their own choice. അത് പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എന്നാണ് അർത്ഥം, PUPILS. അപ്പോൾ ഈ മിസ്റ്റർ ബാർക്കർ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നും കുട്ടികളുടെ ചോയ്സ് ഒന്നും ശ്രദ്ധിക്കാതെ അവരെ കൺട്രോൾ ചെയ്യുമായിരുന്നു എന്നുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത സെന്റൻസ്, ഇറ്റ് വാസ് പെയിൻഫുൾ ടു തിങ്ക് ഓഫ് മിസ്സസ് ബാർക്കർ ഹു ട്രൈഡ് ടു കൺസോൾ ഹെർസെൽഫ് വിത്ത് എ പെറ്റ് ഡോഗ്. അപ്പോൾ മിസ്റ്റർ ബാർക്കർ എന്ന് പറയുന്ന അധ്യാപകൻ്റെ ഭാര്യ ഓമനിച്ച് വളർത്തുന്ന ഒരു വളർത്തുനായയുണ്ട്. അപ്പോൾ അവരുടെ സങ്കടങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടിരുന്നത് ഈ വളർത്തുനായയെ സ്നേഹിച്ചുകൊണ്ടായിരുന്നു. When Mr. Barker wanted to punish his wife, he tortured the dog and this led to the enlargement of her sensibility for the dog. അപ്പോൾ ഈ മിസ്റ്റർ ബാർക്കർ അത്ര നല്ല ഒരു വ്യക്തിയായിരുന്നില്ല എന്നാണ് ഇവിടെ ഒരു സൂചന വന്നിരിക്കുന്നത്. അതായത് ഈ വൈഫിനെ ശിക്ഷിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ അദ്ദേഹം വൈഫ് ഓമനിച്ച് വളർത്തുന്ന പട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് ടാഗോർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഈ വൈഫിന് ആ നായോടുള്ള സ്നേഹം കൂടുതലായിട്ട് അവർക്ക് തോന്നുമായിരുന്നു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ് പൊയറ്റിക് ഇൻസ്റ്റിങ്സ് എന്നാണ് ഈ ടോപ്പിക്കിൻ്റെ പേര്. അതായത് അദ്ദേഹത്തിൻ്റെ കാവ്യചോദനകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, his sister-in-law sent for him from Torquay in Devonshire. അപ്പോൾ സിസ്റ്റർ-ഇൻ-ലോ അദ്ദേഹത്തിനെ കൂടെ താമസിക്കാൻ വിളിച്ചു എന്നാണ് പറയുന്നത്. അതായത് ടോർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും, ഡെവൻഷയറിലുള്ള ടോർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വന്നു. ടാഗോർ വാസ് ടു ഗ്ലാഡ് ടു റൺ ഓഫ് ടു ഹെർ. അപ്പോൾ ടാഗോറിന് ഭയങ്കര സന്തോഷമായിരുന്നു സിസ്റ്റർ-ഇൻ-ലോയിനോടൊപ്പം പോയി താമസിക്കാൻ.
അപ്പോൾ അവർ തമ്മിൽ വളരെ സ്നേഹമായിരുന്നു. Tagore's joy knew no bounds to see the hills there, the sea, the flower-covered meadows, the shade of the pine trees, and the children of his sister-in-law. അപ്പോൾ ആ സ്ഥലത്തുള്ള കാഴ്ചകൾ ടാഗോറിൻ്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. കാരണം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത്. അവിടെയുള്ള ടാഗോർസ് ജോയ് ന്യൂ നോ ബൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ടാഗോറിൻ്റെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം. എന്തൊക്കെ കാണുമ്പോൾ? ടു സീ ദ ഹിൽസ് ദേർ, മലകൾ, ദ സീ, കടല്, ദ ഫ്ലവർ കവേർഡ് മെഡോസ്, മെഡോ എന്ന് പറഞ്ഞാൽ മരങ്ങൾ കൂട്ടമായി നിൽക്കുന്ന സ്ഥലം എന്നാണ് മെഡോയിൻ്റെ അർത്ഥം. അപ്പോൾ പൂക്കൾ കൊണ്ട് നിറഞ്ഞ മെഡോസ്, പിന്നെ ദ ഷെയ്ഡ് ഓഫ് പൈൻ ട്രീസ്, പൈൻ മരങ്ങളുടെ തണല്, ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഹിസ് സിസ്റ്റർ ഇൻ ലോ, പിന്നെ സിസ്റ്റർ ഇൻ ലോയിൻ്റെ കുട്ടികൾ. ഇതൊക്കെ കാരണം ടാഗോർ വളരെ സന്തുഷ്ടനായിരുന്നു. അടുത്ത സെന്റൻസ്, ഹിസ് ഐസ് വർ സർഫീറ്റഡ് വിത്ത് ബ്യൂട്ടി ആൻഡ് ഹിസ് മൈൻഡ് വാസ് സാച്ചുറേറ്റഡ് വിത്ത് ജോയ്, ബട്ട് ദർ വാസ് നോ കോൾ ഓഫ് പോയട്രി ടു ഹിം. ആ അവസരത്തിൽ സർഫീറ്റഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുക എന്നാണ് അർത്ഥം. SURFEITED. അതായത് ഹിസ് ഐസ് വർ സർഫീറ്റഡ് വിത്ത് ബ്യൂട്ടി, പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആൻഡ് ഹിസ് മൈൻഡ് വാസ് സാച്ചുറേറ്റഡ് വിത്ത് ജോയ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു ആ പ്രകൃതിയുടെ സൗന്ദര്യം കാണുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിന് കവിത എഴുതാനുള്ളൊരു പ്രചോദനം അപ്പോഴും കിട്ടിയിരുന്നില്ല. ടു ഫുൾഫിൽ ഹിസ് poet's destiny, he sallied forth along the rocky shore. അപ്പോൾ കവിത എഴുതാൻ വേണ്ടിയിട്ട്, അതായത് പോയറ്റിൻ്റെ ഡെസ്റ്റിനി, അതായത് അദ്ദേഹത്തിൻ്റെ കവിത എഴുതുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം കടൽ തീരത്തേക്ക് യാത്ര ചെയ്യുമായിരുന്നു. റോക്കി സീഷോർ, അതായത് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കടൽ തീരത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ സാലീഡ്, SALLIED, സാലീഡ് എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക എന്നാണ് അർത്ഥം. അടുത്ത സെൻറ്റൻസ്, ദ പ്ലേസ് ഹി സെലക്റ്റഡ് വാസ് ഓഫ് അൺഡൗട്ടഡ് ബ്യൂട്ടി. അപ്പോൾ കവിത എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിസിറ്റ് ചെയ്തിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. There was a bit of rock reaching over waters. The sunny sky slept to his lullaby. The pine trees spread their shadows. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ മനോഹാരിത ഇവിടെ വർണ്ണിക്കുകയാണ്. അതായത് കടലിലേക്ക് ഉന്തി നിൽക്കുന്ന പാറയുണ്ടായിരുന്നു അവിടെ. പിന്നെ ദ സണ്ണി സ്കൈ സ്ലെപ്റ്റ് ടു ഇറ്റ്സ് ലല്ലബി. ലല്ലബി എന്ന് പറഞ്ഞാൽ താരാട്ട് പാട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കടലിൻ്റെ താരാട്ട് പാട്ട് കേട്ട് സൂര്യൻ്റെ പ്രകാശം നിറഞ്ഞ ആകാശം ഉറങ്ങുമായിരുന്നു എന്നാണ് അദ്ദേഹം കാവ്യാത്മകമായിട്ട് ഇവിടെ പറയുന്നത്. പിന്നെ പൈൻ ട്രീസിൻ്റെ തണൽ, ഇതൊക്കെ കൊണ്ട് വളരെ മനോഹരമായിരുന്നു ആ സ്ഥലം. അടുത്ത സെൻറ്റൻസ്, It is here that Tagore composed his poem Magnatari. അതായത് അവിടെ വെച്ചിട്ടാണ് ടാഗോർ തൻ്റെ മഗ്നതാരി എന്ന് പറയുന്ന ബംഗാളി പോയം എഴുതിയത്. അതിൻ്റെ അർത്ഥം ദ സങ്കൺ ബോട്ട് എന്നാണ്. സങ്കൺ എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോയ വള്ളം എന്നർത്ഥമുള്ള മഗ്നതാരി എന്ന് പറയുന്ന കവിത അദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എഴുതുന്നത്. അടുത്ത സെൻറ്റൻസ്, the author humorously states that had he sunk it into the sea, he would call it a good poem. അപ്പോൾ അദ്ദേഹം ആ കവിത വെള്ളത്തിലേക്ക് മുക്കി കളഞ്ഞുവെങ്കിൽ അതൊരു നല്ല കവിതയാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്ന് ഒരു ഹ്യൂമറസ് ആയിട്ട്, അതായത് ഹാസ്യാത്മകമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ബട്ട് ദ പോം ഡസ് എക്സിസ്റ്റ് ദോ ഇറ്റ് ഈസ് നോട്ട് പബ്ലിഷ്ഡ്. പക്ഷേ ഈ കവിത പബ്ലിഷ് ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ കവിത അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്ത് എവിടെയോ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. The possibility of its publication was not completely ruled out. അതായത് ഈ കവിത എവിടെയാണെന്നുള്ളതിനെ പറ്റി വലിയ നിശ്ചയമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടാഗോർസ് അഡ്മിറേഷൻ ഫോർ മിസ്സസ് സ്കോട്ട്സ് ഫാമിലി.
അതായത് മിസ്സസ് സ്കോട്ടിൻ്റെ കുടുംബത്തിനെ പറ്റിയിട്ടാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്മിറേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഫാമിലിയോട് തോന്നിയ മതിപ്പിനെ പറ്റിയിട്ടാണ് ഈ ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് അതിലെ ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോകാം. Tagore was called back to London and this time he found a refuge in the house of Dr. Scott. അപ്പോൾ ഡോക്ടർ സ്കോട്ടിൻ്റെ വീട്ടിൽ അദ്ദേഹം കുറച്ച് സമയം താമസിച്ചിരുന്നു ലണ്ടനിൽ വെച്ച്. The two young daughters of Dr. Scott had gone off to their relatives' house as they were afraid of Tagore. അപ്പോൾ ഡോക്ടർ സ്കോട്ടിൻ്റെ 2 പെൺമക്കൾ ടാഗോർ അവിടെ താമസിക്കാൻ വരുന്നത് കൊണ്ട് അവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് മാറി. അതായത് ഒരു അന്യപുരുഷൻ വന്ന് താമസിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തോ ഒരു ഭയമായിരുന്നു ആ സമയത്ത്. അടുത്ത സെൻറ്റൻസ്, they turned up to their home only when they learned that Tagore was a man of noble qualities. അതിനുശേഷം ടാഗോർ മാന്യനായ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. Tagore received heartfelt kindness from all the members of the family of Mrs. Scott who treated him as her son. അപ്പോൾ ആ വീട്ടിൽ ടാഗോറിന് വളരെ സന്തോഷമായിരുന്നു. കാരണം ഡോക്ടർ സ്കോട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ ടാഗോറിനെ ആ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് സ്നേഹിച്ചിരുന്നത്. അടുത്ത സെൻറ്റൻസ്, ഇന്ത്യൻസ് ബിലീവ് ദാറ്റ് an English wife is not devoted to her husband as an Indian wife is. അതായത് ഇന്ത്യക്കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് വൈഫ്, ഇംഗ്ലണ്ടിലുള്ള ഒരു ഭാര്യ ഇന്ത്യൻ ഭാര്യയെ പോലെ ഭർത്താവിനോട് വളരെയധികം നീതി പുലർത്തുന്ന ഒരു ഭാര്യ അല്ല എന്നാണ് ഇന്ത്യക്കാരുടെ വിശ്വാസം. എന്നാൽ അടുത്ത സെൻറ്റൻസ്, what struck the author in Mrs. Scott's house in London was that human nature is same everywhere. എന്നാൽ ടാഗോർ ഈ കുടുംബത്തിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും മനുഷ്യരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, മനുഷ്യരുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയാണ്. അടുത്ത സെൻറ്റൻസ്, മിസ്സസ് സ്കോട്ട് വാസ് ടിപ്പിക്കൽ ഓഫ് ആൻ ഇന്ത്യൻ വൈഫ് and was devoted to her husband. അപ്പോൾ മിസ്സസ് സ്കോട്ട് ഒരു ഇന്ത്യൻ വൈഫിനെ പോലെ, ഇന്ത്യൻ വൈഫ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ വൈഫ് എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ ദാസിയെ പോലെയാണ് അവരുടെ ജീവിതം. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഈ മിസ്സസ് സ്കോട്ട് ജീവിച്ചിരുന്നത്. അടുത്ത സെൻറ്റൻസ്, she would arrange her husband's armchair and woolen slippers before the fire with her own hands. അതായത് ഈ ഭർത്താവിൻ്റെ ഓരോ കാര്യങ്ങളും ഭാര്യ നോക്കി നടന്ന് ചെയ്യുമായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ആംചെയർ, അദ്ദേഹത്തിൻ്റെ കസേര, ആ ഒരു നെരിപ്പോടെന്ന് പറയുമ്പോൾ തണുപ്പ് കാലത്ത് തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ചൂട് കിട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മുറിയുടെ സൈഡിലുള്ള ഒരു തീ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നെരിപ്പോട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് തൻ്റെ ഭർത്താവിൻ്റെ ആംചെയർ എടുത്ത് വെക്കുകയും പിന്നെ അദ്ദേഹത്തിന് വുളൻ സ്ലിപ്പേഴ്സ് അദ്ദേഹത്തിന് ഇടാനായിട്ട് അതെല്ലാം സ്വന്തം കൈകൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാര്യയായിരുന്നു മിസ്സസ് സ്കോട്ട്. അടുത്ത സെൻറ്റൻസ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെർ ഓൺലി മെയ്ഡ് ഷി വുഡ് സ്ക്രബ് ആൻഡ് പോളിഷ് ആറ്റിക്സ്, kitchen, the brass rods of the stairs and the door knobs and fittings. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു, ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. ആ ജോലിക്കാരിയുടെ സഹായത്തോടു കൂടി മിസ്സസ് സ്കോട്ട് അവിടെ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. ആ ജോലികളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷി വുഡ് സ്ക്രബ് ആൻഡ് പോളിഷ് ആറ്റിക്സ്. ആറ്റിക്സ് എന്ന് പറഞ്ഞാൽ മേൽക്കൂരയാണ്. മേൽക്കൂരയൊക്കെ സ്ക്രബ് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കുമായിരുന്നു. കിച്ചൺ, അതുപോലെ തന്നെ കിച്ചൺ, പിന്നെ ദ ബ്രാസ് റോഡ്സ് ഓൺ ദ സ്റ്റെയർ കേസിലുള്ള ബ്രാസിലുള്ള കമ്പികൾ, ഇതൊക്കെ അവർ സ്ക്രബ് ചെയ്ത് ഉരച്ച് വൃത്തിയാക്കി പോളിഷ് ചെയ്യുമായിരുന്നു. ആൻഡ് ദ ഡോർ നോബ്സ് ആൻഡ് ഫിറ്റിങ്സ്, ഡോറിലുള്ള നോബ്, ഫിറ്റിങ്സ്, ഇതൊക്കെ അവർ ക്ലീൻ ചെയ്യുമായിരുന്നു. Apart from all the domestic routine, she had to attend not only to many calls of social duty, but
She would also join with enthusiasm in the evening readings and music of the family. അപ്പോൾ ഈ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നത് മാത്രമല്ല, ആ വീട്ടിൽ നടക്കുന്ന സോഷ്യൽ ഗ്യാതറിങ്സിലൊക്കെ തന്നെയും വളരെ സന്തോഷത്തോടു കൂടി മിസ്സിസ് സ്കോട്ട് പങ്കെടുക്കുന്നത് ടാഗോർ കാണുമായിരുന്നു. എല്ലാ വൈകുന്നേരങ്ങളിലും ഈവനിങ് റീഡിങ്സ്, അതായത് അവർ സ്ഥിരമായിട്ട് വായനയും പാട്ടുമൊക്കെ ഉണ്ട്, ഇതിലൊക്കെയും അവർ വളരെ സന്തോഷവതിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അടുത്ത സെൻറ്റൻസ് മിസ്സിസ് സ്കോട്ട് വുഡ് നെവർ ഫോർഗെറ്റ് വാട്ട് ഹർ ഹസ്ബൻഡ് ലൈക്ക് ആൻഡ് ദ ബിഹേവിയർ വിച്ച് പ്ലീസ്ഡ് ഹിം. അപ്പോൾ തൻ്റെ ഭർത്താവിന് എന്താണ് ഇഷ്ടമെന്നും അദ്ദേഹത്തിന് സന്തോഷമാവുന്ന രീതിയിൽ പെരുമാറാനും ഒക്കെ മിസ്സിസ് സ്കോട്ട് എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. She attended to every detail of her husband's wants herself. അതായത് ഭർത്താവിൻ്റെ ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിലുകളും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു വൈഫായിരുന്നു മിസ്സിസ് സ്കോട്ട്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ദ ക്വാളിറ്റീസ് ഓഫ് മിസ്സിസ് സ്കോട്ട്. മിസ്സിസ് സ്കോട്ടിൻ്റെ സ്വഭാവ ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. Tagore would join the girls of the family in table turning seance. അതായത് ടാഗോർ ആ വീട്ടിൽ അവരുടെ കുട്ടികൾ കളിക്കുന്നതായിട്ടുള്ള ടേബിൾ ടേണിംഗ് സിയാൻസ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മൾ മലയാളത്തിൽ ഓജോ ബോർഡ് എന്ന് പറയുന്ന ഒരു കളിയുണ്ടല്ലോ, അതായത് മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്താൻ പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു കളി. അപ്പോൾ അങ്ങനെ അവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇത്തരം കളികളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിലൊക്കെയും ടാഗോറും ആ കുടുംബത്തിലെ കുട്ടികളോടൊപ്പം തന്നെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഓജോ ബോർഡിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ വീജ ബോർഡ് എന്നാണ്. അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് ഇഡിയോമോട്ടോർ റെസ്പോൺസ്, അതായത് നമ്മുടെ ബ്രെയിൻ നമ്മളെ പറ്റിക്കുന്ന ഒരു സവിശേഷത, ഒരു സയൻറ്റിഫിക് ഒരു കാര്യമാണത്. അല്ലാതെ അതിൽ ഗോസ്റ്റിനെ ഒന്നും വിളിച്ചു വരുത്തുന്നതല്ല, അതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു തലച്ചോറിൻ്റെ ഒരു സവിശേഷത മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കളികളിലൊക്കെ ടാഗോർ ഈ കുട്ടികളുമായിട്ട് പങ്കെടുക്കുമായിരുന്നു. മിസ്സിസ് സ്കോട്ട് ഡിഡ് നോട്ട് ലൈക്ക് ദിസ് ബിക്കോസ് ഷീ ഹാഡ് ഡൗട്ട്സ് അബൌട്ട് തിങ്സ് ദാറ്റ് ബിഗൺ ടു ക്വാക്ക് ആൻഡ് ക്യുവർ വെൻ ദേ വർ ടച്ച്ഡ്. എന്നാൽ നമ്മുടെ മിസ്സിസ് സ്കോട്ട് വളരെയധികം അന്ധവിശ്വാസമൊക്കെ ഉള്ള ഒരു സാധാരണക്കാരിയായിരുന്നു. അപ്പോൾ അവർക്ക് ഈ കളിയൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം അവർ ഈ കോയിൻ അനങ്ങുകയും വിറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ വിചാരിച്ചിരുന്നത് ക്യുവർ ആൻഡ് ക്വേക്ക് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുകയും അനങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അവർ വിചാരിച്ചിരുന്നത് ഗോസ്റ്റ് വരുന്നതാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അടുത്ത സെൻറ്റൻസ്, when they put their hands on Dr. Scott's chimney pot to make it turn, Mrs. Scott got angry and prevented them from touching it. അതായത് ഇവർ ഈ കളി കളിക്കുമ്പോൾ ആ വീട്ടിലുള്ള ഉപകരണങ്ങളിൽ തൊട്ട് അങ്ങനെ കളിക്കാനൊന്നും അവർ സമ്മതിക്കുമായിരുന്നില്ല. Like a Christian, Mrs. Scott thought that it was the work of the devil. എല്ലാ ക്രിസ്തീയ വിശ്വാസികളെ പോലെയും അവർ വിശ്വസിച്ചിരുന്നത് അത് പിശാചിൻ്റെ ആക്ടിവിറ്റി ആയിരുന്നു. അടുത്ത സെൻറ്റൻസ്, ടാഗോർ അഡ്മയർസ് ഹെർ സെൽഫ് അബ്നിഗേഷൻ ആൻഡ് ഹെർ റെവറൻസ് ഫോർ ഹെർ ഹസ്ബൻഡ്. അപ്പോൾ ടാഗോറിന് അവരുടെ ഒരു സെൽഫ് ആബ്നിഗേഷൻ, അതായത് സ്വന്തമായിട്ട് ശ്രദ്ധിക്കാതെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളിൽ ഈ മുഴുകുന്ന ഈ ഒരു പ്രവണത ടാഗോറിന് വളരെ അഡ്മയറിംഗ് ആയിട്ടാണ് തോന്നിയത്, വളരെ മതിപ്പുള്ളതായിട്ടാണ് തോന്നിയത്. Her self-sacrifice and love make the author generalize woman's love that grows into worship if its development is not hampered by extraneous matters. അപ്പോൾ മിസ്സിസ് സ്കോട്ട് കാണിക്കുന്ന ഈ ഒരു സെൽഫ് സാക്രിഫൈസ്, അതായത് സ്വന്തം കാര്യങ്ങളിലൊന്നും ഒട്ടും താല്പര്യം കൊടുക്കാതെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഈ ഒരു സ്വഭാവം അദ്ദേഹം സ്ത്രീകളെ ജനറലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് മിക്കവാറും സ്ത്രീകളൊക്കെയും അങ്ങനെ തന്നെയാണ് എന്നാണ് ടാഗോർ പറയുന്നത്. In the midst of luxury and its
In the midst of luxury and its accessories, this love is degraded and a woman's nature does not find the joy of its perfection. After spending much months there, Tagore was delighted at the prospect of returning home with his brother. അതായത് കുറേ മാസങ്ങൾ അദ്ദേഹം മിസ്സസ് സ്കോട്ടിൻ്റെയും ഈ സ്കോട്ട് കുടുംബത്തിനോടൊപ്പം താമസിച്ചു. അതിനുശേഷം അദ്ദേഹം ബ്രദറിനോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിൽ വളരെ സന്തോഷവാനായിരുന്നു. When he took leave of Mrs. Scott, she wept and said, "Why did you come to us if you must go so soon?" അപ്പോൾ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് മിസ്സസ് സ്കോട്ട് കരഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അവർ ചോദിക്കുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് പോകാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങളോടൊപ്പം വന്ന് താമസിച്ചത് എന്നൊക്കെ അവർ ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ഈ ലെസണിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു.